അയോധ്യ രാമക്ഷേത്ര സംഭാവന തിരിമറി കേസിൽ ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് രാജിവെച്ചു. ട്രസ്റ്റ് അംഗം അനിൽ മിശ്രയും രാജിവെച്ചു. ടി.ജി. സജിത്ത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. സജിത്ത്, ഈ സംഭാവന തിരിമറി രാജ്യവ്യാപകമായി ചർച്ച ചെയ്യുകയും വലിയ പ്രതിഷേധവും ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സുപ്രധാനമായ 2 രാജികൾ ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെ? വളരെ പ്രധാനപ്പെട്ട 2 രാജികളാണ്. എന്തുകൊണ്ട് ഇവർക്കെതിരെ നടപടി ഉണ്ടാവുന്നില്ല എന്ന ചോദ്യമാണ്. ഇതിനകം അറസ്റ്റിലായ 8 പേര് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും താഴ്ന്ന തരത്തിലുള്ള ജീവനക്കാരാണ്. ഇവരെ മാത്രം കുടുക്കി കേസ് ഒതുക്കാൻ ശ്രമം നടക്കുന്നു എന്നതായിരുന്നു ആക്ഷേപം. ഇതിനിടയിലാണ് ചമ്പത് റായും ഒപ്പം തന്നെ അനിൽ മിശ്രയും രാജിവെക്കുന്നത്. ചമ്പത് റായ് ആയിരുന്നു രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ ചെയർമാൻ, ജനറൽ സെക്രട്ടറി ആയിരുന്നു. ട്രസ്റ്റ് അംഗമായിരുന്നു അനിൽ മിശ്ര. ഇരുവർക്കെതിരെയും ഗുരുതരമായ ആരോപണമുണ്ടായിരുന്നു. ഈ ചമ്പത് റായുടെ പല ബന്ധുക്കളുമാണ് ഈ തിരിമറിക്ക് ഒപ്പം നിന്നത്, തിരിമറി നടത്തിയത് എന്നതായിരുന്നു ആക്ഷേപം. പ്രധാനമായും കുംഭമേളയുടെ ദിവസങ്ങളിലടക്കം അവിടുത്തെ സംഭാവന തുക എണ്ണി തിട്ടപ്പെടുത്താൻ ഈ കുടുംബാംഗങ്ങളടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ചമ്പത് റായ്ക്കെതിരെ എന്തുകൊണ്ട് നടപടിയില്ല എന്ന ചോദ്യമുണ്ടായിരുന്നു. ഇപ്പോൾ അറസ്റ്റിലാവുകയും കേസ് നടപടികളും ചമ്പത് റായ്ക്കെതിരെ എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്ന ആക്ഷേപമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് രാജി ഉണ്ടാവുന്നത്. ഒരുപക്ഷെ അറസ്റ്റ് അടക്കമുള്ള തുടർ നീക്കങ്ങളും പിന്നാലെ ഉണ്ടാവാനാണ് സാധ്യത. ഈ രാജിയിൽ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടോ സജിത്ത്? ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തന്നെയാണ് രാജി എന്നത് പറയുന്നുണ്ടോ? അക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഇത് പ്രതിപക്ഷം വലിയ ആയുധമാക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ ഒപ്പം തന്നെ യു.പിയിലെ മറ്റ് രാഷ്ട്രീയ നേതൃത്വങ്ങളൊക്കെ ശക്തമായ നീക്കം നടത്തുകയാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് രാജി. ഒരു മുഖം രക്ഷിക്കൽ നടപടികളുടെ ഭാഗമാണ് ഈ രാജി എന്ന വിമർശനമുണ്ട്. അതിനപ്പുറം നിയമപരമായ നടപടികൾ എത്ര കണ്ട് ചമ്പത് റായ്ക്കെതിരെ ഉണ്ടാകുമെന്ന കാര്യം കൂടി പ്രസക്തമായ കാര്യമാണ്. SITയുടെ റിപ്പോർട്ടിൽ വലിയ ക്രമക്കേട് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. യു.പി സർക്കാരും തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ രാജി ഉണ്ടാവുന്നത്. ശരി, ടി.ജി. സജിത്താണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.